ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അത് ഞാൻ നാളെ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് തലവേദന ഒട്ടും വയ്യായിരുന്നു. ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. അതെല്ലാ വർഷവും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ബക്കറ്റിൽ വെള്ളം കണ്ടില്ലേ, അത് മഴ പെയ്തപ്പം ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ കാർ പോർച്ചിലോട്ട് ഒഴിക്കണം. കാർ പോർച്ച് നമ്മൾ ഹൗസ് വാമിങ്ങിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അതിനായിട്ട് അതൊക്കെ നിറച്ച് വെച്ചതാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിവിടെ തലേ ദിവസത്തെ ഫുഡ് ബാക്കിയുണ്ട്. പക്ഷേ ഇക്കാക്ക് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. രാവിലെ ഇവിടെ എന്താ പറയുക, മുറ്റങ്ങനെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ വെള്ളമൊക്കെ ഈ മുറ്റത്തേക്ക് ഒഴിക്കാനുള്ളതാണ്, ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഈ മഴ പെയ്യുമ്പോഴേ നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇൻ്റർലോക്ക് ഉണ്ടല്ലോ, കോബിൾ സ്റ്റോൺ, അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് ദിവസം നമ്മൾ സ്ക്രബ് ചെയ്തു, പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പ്രഷർ വാഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുമുണ്ട് നമ്മളെടുത്ത്. പക്ഷേ അതാര് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക്സിനായിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ ടീം വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അകത്തേക്ക് കയറി ഇക്കാനെ വിളിക്കാൻ കയറിയതാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ലൈവ് വോയിസ് അധികം വോയിസ് ഇല്ലയെന്ന് തോന്നുന്നു. കാരണം രാവിലത്തെ വോയിസ് അതുകൊണ്ട് എനിക്ക് സൗണ്ട് ആയിട്ട് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഇക്ക നല്ല ക്ഷീണത്തിലാണ്. കാരണം 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ കീമോ ചെയ്തിട്ട്. അപ്പോൾ രാവിലെ സുബീനെ മുമ്പ് നീറ്റ് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കിടക്കാറ്. അപ്പോൾ ഇപ്പം നേരെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിടിച്ചെണീപ്പിക്കുകയാണ്. മടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇന്ന് ചെറിയ നല്ലൊരു കാലാവസ്ഥയാണ്, ചെറിയൊരു തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇവർ വന്നപ്പോൾ ഞാൻ വേഗം ഇക്കാനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. ഇക്കാക്ക് ഇന്ന് വീഡിയോയിൽ നിൽക്കാൻ വലിയ മൂഡില്ല കേട്ടോ. അത് രാവിലത്തേതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തായാലും നീറ്റ് പോയപ്പോൾ ഞാൻ വേഗം ബെഡ്ഷീറ്റ് ഒന്ന് കൊട്ടി വിരിച്ചു. അടുക്കളയിൽ കയറിയാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരൽ കുറച്ച് നേരം വൈകും. അതിൻ്റെ അടുക്ക് ആരെങ്കിലുമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ബെഡ്ഷീറ്റ് കൊട്ടി വിരിച്ചതാട്ടോ. ബെഡ്ഷീറ്റ് കൊട്ടി വിരിച്ചു. കംഫർട്ടർ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോളിട്ടോ ആ ഒരു സീന്. അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് വീഡിയോയിൽ. പക്ഷേ കണ്ടോളേ, ഇക്ക അവരെ എല്ലാം ഒന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് ഇക്ക വീണ്ടും കിടക്കുകയാണ് കേട്ടോ. ആ കംഫർട്ട് കണ്ട് മാറ്റിയിട്ടു. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഒന്നും അങ്ങോട്ട് ഇവരോടൊന്നും പറയാണ്ട് ഇവരൊന്നും ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഈദ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഹിജാബ്സ്. അപ്പോൾ ഹിജാബ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ ഹിജാബ്സ് തന്നെ മൊജ ബ്രാൻഡിൻ്റെ ഹിജാബ്സ് ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര പോപ്പുലറാണ്. എല്ലാവരും മൊജ എന്നായിരിക്കും ഹിജാബ് എന്ന് പറയുന്നുണ്ടാവില്ല. മൊജൻ്റെ ഈ കളറുണ്ടോ, മൊജൻ്റെ ആ കളറുണ്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം മൊജ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മൊജയിൽ തന്നെ ഹിജാബ്സിൽ ജോർജറ്റ് ഹിജാബ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൊഡാൽ കോട്ടൺ ഉണ്ട്, ജേഴ്സി ഹിജാബ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഹിജാബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് മൊജയിൽ ഹിജാബ്സ് അല്ല, ഇന്നർ ക്യാപ്പാണ് കേട്ടോ. നല്ല കവറേജുള്ള, നല്ല ലെങ്തി ടൈ ഉള്ള, ഹെയർ ഫുള്ള് കവറാവുന്ന ഒരു ഇന്നർ ക്യാപ്പാണിത്. പിന്നെ ഇത് മൊജയുടെ ജോർജറ്റ് ഹിജാബ്സാണ്. അതിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും മൊജ ഹിജാബ്സിലെ ജോർജറ്റ് ഹിജാബ്സ്. ഭയങ്കര നീളവും വീതിയുമാണ്, നല്ല കംഫർട്ടബിളാണ്, പിന്നൊന്നും ആവശ്യമില്ല. അടുത്തത് മൊജയുടെ നമ്മൾ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാൻസ ഹിജാബ്. മൊജയുടെ ഓർഗാൻസ ഹിജാബ്സ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹിജാബ് കൂടിയാണ്. പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ട്രെൻഡിങ് ആണ്. അതുപോലെ യങ്സ്റ്റേഴ്സൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് മൊജയുടെ ഓർഗാൻസ ഹിജാബ്സ് ആട്ടോ. പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് ഈ ഓർഗാൻസ ഹിജാബ്സ്. ഇത് മൊഡാൽ കോട്ടൺ എന്ന് പറയും. ഹിജാബിൻ്റെ ആ ഒരു തുണിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, സമ്മറിന് പറ്റിയ നല്ല ഹിജാബാണ് മൊഡാൽ കോട്ടൺ. മൊഡാൽ കോട്ടൺ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മൊജയിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, വെറൈറ്റീസ് അല്ല കളേഴ്സ്. പിന്നെ നമ്മുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പം ഭയങ്കര പോപ്പുലറാണ് ഈ ജേഴ്സി ഹിജാബ്സ്.
ഇട്ട പോലെ കിടക്കും. നല്ല സുഖമാണ്, അനങ്ങൂല. ജേഴ്സി ഹിജാബ്സിൽ തന്നെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. മൊജയിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആട്ടോ. എല്ലാ വെറൈറ്റീസിലും ഹിജാബിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആട്ടോ മൊജേൻ്റെ. നല്ല അടിപൊളി ബ്ലാക്കാണ്. അപ്പം നല്ല ഭയങ്കര ബ്ലാക്കിഷ് കളർ വേണമെങ്കിൽ ജെറ്റ് ബ്ലാക്ക് യൂസ് ചെയ്തോളൂ. ഇത് ഷോൾഡർ സ്ലീവാണ്. അതായത് നമ്മളെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ നെക്കൊക്കെ നല്ല ഇറക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോൾഡർ സ്ലീവ്. പിന്നെ ഇത് ഹാൻഡ് സ്ലീവ് അറിയാമല്ലോ, കൈയിന് ഇറക്കം കൂടാൻ വേണ്ടിയിട്ട്. മുക്കാൽ സ്ലീവിലെ ഡ്രസ്സിനൊക്കെ ഇറക്കം കൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അവൈലബിൾ ആട്ടോ മൊജയിൽ. അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ UAE അവൈലബിൾ ആണ്. ഇത് പിൻ ഹോൾഡറാണ് കേട്ടോ. പിന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെ വെക്കാണ്ട് ഇതിൽ കുത്തി വെച്ചാൽ മതി. ഓൾ ഓവർ UAEയും ഓൾ ഓവർ ഇന്ത്യയും ഡെലിവറി അവൈലബിൾ ആണ്. ഞാനിവിടെ നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിലോട്ട് ഇന്ന് ഒരു ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം തലേദിവസം കുറച്ച് പൊറോട്ടയും ചിക്കൻ ചില്ലിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇക്കാക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇക്കാക്കും ഉമ്മാക്കും ദോശ ഉണ്ടാക്കണം. ഞങ്ങൾ പിന്നെ പൊറോട്ട എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇക്കാക്ക് ഒരു സ്പെഷ്യൽ സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്, ബ്രെയിൻ ഫ്രൈ. ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ വെച്ചിട്ട് പോത്തിൻ്റെ ബ്രെയിൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് മുമ്പ് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെയിനൊക്കെ തലച്ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കുമ്പോഴും അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പി തന്നെയാണ്. ഉമ്മാൻ്റെ റെസിപ്പി എനിക്കറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കൈക്കണക്കൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഒന്ന് കൂടെ കുറേയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഉമ്മ തന്നെയാണ് അതൊക്കെ കൈകാര്യം ചെയ്യണത്. രാവിലത്തെ ദോശയും ഈ ബ്രെയിൻ ഫ്രൈയും ഇക്കാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാട്ടോ. അപ്പം ഇതാണ് ബ്രെയിൻ. ഇങ്ങനെ ബ്രെയിൻ കണ്ടിട്ട് പിന്നെ അത് കഴിക്കാൻ നമുക്കൊരു തോന്നില്ല. ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കും. ശരിക്കും ഇങ്ങനെ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഈ തലച്ചോറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മടുപ്പ് വരില്ല. തീർച്ചയായിട്ടും കുട്ടികൾ വരെ കഴിച്ചു പോകട്ടെ. ഇവിടെ റോസൂനും റീനും റൂഹിക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. പക്ഷേ ബ്രെയിൻ ഫ്രൈ ആണെന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കാറ്. മുട്ട ചിക്കിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. കഴിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറേ പണികളുണ്ട് എനിക്ക്. ഞാൻ എല്ലാവരും വീഡിയോയിൽ ഇങ്ങനെ പറയുന്നില്ല, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് അധികമൊന്നും വേണ്ട, ഈ ഒരു പാകത്തിന് എടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറുണ്ടാക്കാനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെക്കണം. അത് പതിവ് പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറും അടുപ്പത്ത് ഉണ്ടാക്കുമല്ലോ. പിന്നെ ബീഫിൻ്റെ തലച്ചോറാണ്. അപ്പോൾ പലർക്കും പല തെറ്റായ ധാരണകളുണ്ട്. ചിലതൊക്കെ കഴിക്കാൻ പാടില്ല, ചിലതൊക്കെ കഴിക്കാൻ പാടും, അങ്ങനെയൊക്കെ. ബീഫ് അതായത് റെഡ് മീറ്റ് ഇക്കാക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ തലച്ചോറൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പം അത് കഴിക്കണം നല്ലതാണ്. കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കഴിക്കുന്നില്ല, വല്ലപ്പോഴല്ല കഴിക്കുന്നത്. ഏതായാലും ചില സംഭവങ്ങൾ നമ്മൾ പാടെ ഒഴിവാക്കരുത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിക്കണം, കൂടുതലാവരുത് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബീഫ് റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നിട്ട് പറ്റുമോ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടാവും. അപ്പോൾ വല്ലപ്പോഴും കഴിക്കണം നല്ലതാണ്. പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴി തങ്ങൂല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിഷ് വാഷർ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഡിഷ് വാഷർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള പവറൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സമയം പോലെ കാണിക്കേണ്ട കേട്ടോ. ഇപ്പം കാണിക്കാനുള്ള സമയമില്ല. പിന്നെ ഇനി ചെറിയുള്ളി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണമല്ലോ. ഇനി ഇതിലോട്ട് ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം പാകത്തിനെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. ആ ഒരു മസാല പേസ്റ്റാണ് നമ്മളിതിലോട്ട് മെയിനായിട്ട് ചേർക്കുന്നൊരു മസാല. പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി അതങ്ങനെ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക വേണ്ടത്. ഇനി റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കിച്ചണിലെ കബോർഡിൽ ഇപ്പോഴും സാധനങ്ങളൊന്നും മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് നേരം കിട്ടുന്നില്ല. എനിക്ക് നേരം കിട്ടാത്തത് ഇനിയിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഞാൻ തന്നെ വന്ന് ചെയ്യണമല്ലോ. ഞാനാണല്ലോ കിച്ചണിൽ മെയിനായിട്ടുള്ള ആൾ.
കിച്ചണിൽ കൂടുതൽ നിൽക്കുന്ന ആൾ ഞാനാണല്ലോ. അപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അത് സമയമെടുക്കും. അപ്പോൾ ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം അത് ഉമ്മാക്കൊരു കൈക്കണക്കിലാണ് ഉമ്മ ചെയ്യണത്. അപ്പം ഇനി ഇതെത്ര മെഷർമെൻറ്റ്സ് ഉള്ളത് എനിക്ക് പറയാനും അറിയില്ല. കാരണം ഉമ്മൻ്റെ ഒരു കൈക്കണക്കിലാണ്. ആദ്യം കുറച്ചിട്ടു, പിന്നെ കുറച്ചും കൂടെ ഇട്ട്, അങ്ങനെയൊക്കെയാണ്. മുളക് പൊടി ഒന്നും വേണ്ട കേട്ടോ. മല്ലിപ്പൊടി കുറച്ചുകൂടെ ഉമ്മക്ക് തോന്നി കുറച്ചുകൂടെ വേണമെന്ന്, അപ്പം ഒന്നുകൂടെ ഇട്ടു. ഇനി നിങ്ങൾ തലച്ചോറ്, ഈ ബ്രെയിന് സംഭവങ്ങളൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു സെയിം റെസിപ്പി വെച്ചിട്ട് ചിക്കനിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഇതേപോലെ തന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതേപോലെ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് വറവിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിന് ജീരാക്കോഴി എന്നും പറയും. ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ജീരാക്കോഴി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ പേസ്റ്റാക്കി എടുക്കണം. ഇന്നുണ്ടല്ലോ ശരിക്കും ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസത്തെ വിശേഷങ്ങളാണ് ശരിക്കും ഷെയർ ചെയ്യേണ്ടത്. മെയ് 16-നല്ലായിരുന്നു ബർത്ത്ഡേ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ അത് ഇടാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത ദിവസം അതിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടേ ഉള്ളൂ. കാരണം അന്നത്തെ ദിവസം എല്ലാ പ്രാവശ്യവും എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എങ്ങനെയെങ്കിലും കൊളാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഫുഡാണെങ്കിൽ എനിക്ക് വയ്യാഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ പറഞ്ഞിരുന്നു, എൻ്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോരുന്നു. അങ്ങോട്ട് പോകാനാണെങ്കിൽ അപ്പോൾ ഇക്കാക്ക് വയ്യ. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു തിരിയലില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം. അതുപോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അന്ന് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. എന്തൊക്കെയോ കാരണത്താൽ അന്നത്തെ ദിവസം മുടങ്ങി. പിന്നെ വിചാരിക്കും എല്ലാം നല്ലതിനാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ചെറിയുള്ളി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല. ഇനി ഈ ബ്രെയിൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഉടയ്ക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് അളിഞ്ഞ് പിഴിഞ്ഞ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കണ്ട് വെള്ളത്തിൽ അലിഞ്ഞു പോവും. ബ്രെയിൻ ഹാൻഡിൽ ചെയ്യുമ്പം പ്രത്യേകം ഹാൻഡിൽ ചെയ്യുക. കഴുകുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് കഴുകുക, ഇതേപോലെ തന്നെ എടുത്ത് കഴുകുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക കേട്ടോ. ഭയങ്കര ചെറുതാക്കരുത്. അത് മൊത്തത്തിൽ പൊട്ടിപ്പോവാണ്ട് നോക്കാം. കാരണം അത് ഭയങ്കരമായിട്ട് അമർത്തി വാഷ് ചെയ്താൽ മൊത്തത്തിൽ വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതിനൊന്നും കിട്ടാണ്ടാവില്ല. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ അതിനനുസരിച്ച് വേവിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രെയിൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക, വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിക്കുക. എന്നിട്ട് വെന്ത ശേഷം പെട്ടെന്ന് വേവ് കേട്ടോ, ഒരുപാട് വേവൊന്നുമില്ല. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതധികം ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും അത് റെഡിയാവും. നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോയെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയാണ്, സോഫ്റ്റായിട്ടുള്ള സംഭവമാണ്. ഇറച്ചി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും തലേ ദിവസം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കുക നല്ലത് അല്ലേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നപ്പോഴേക്കും. നമ്മൾ ചിക്കൻ ചില്ലി ഗ്രേവിയാണ്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. പപ്പ എന്തിനാ? പപ്പ ദുബായിക്ക് പോയിന്ന് തോന്നുന്നു. പപ്പ ദുബായിക്ക് ചെരുപ്പിട്ടിട്ട പപ്പ ദുബായിക്ക് പോകുമെന്ന് പറയുന്നു. എയറോപ്ലെയിനിലേ ദുബായിക്ക് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു. ഉമ്മൽക്കുവൈൻക്ക് ഇല്ല. പപ്പ നിന്നോട്ടെ. അന്നേ പപ്പ ഉമ്മൽക്കുവൈന് നിന്നോട്ടെ. റൂഹി അമ്മ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പപ്പ വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരും. ഉമ്മൽക്കുവൈന് നിന്നോട്ടെ. ഇന്ന് റൂഹി പോയിക്കോ പപ്പാനൂടെ. അപ്പൊ റൂഹിക്ക് എവിടെ നിൽക്കണ്ടേ? എന്നാ പോയിക്കോ. ഇല്ല, ദുബായിൽ നിൽക്കേണ്ടി വരും. നടന്നിട്ടല്ല, എയറോപ്ലെയിൻ തന്നെ പോണം. എയറോപ്ലെയിനിൽ പോണം.
ഇതൊക്കെ എന്താണ് ചോക്ലേറ്റ് ഒക്കെ ആക്കിയിട്ട് ബ്രൗണി തിന്നത് ബ്രൗണി ഫ്രിഡ്ജിലുണ്ടായിക്കോട്ടെ കേട്ടോ. ചിക്കൻ ദോശ വേണ്ടല്ലേ? ബ്രൗണി എത്തേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രൗണി? വാ അടിപൊളി അടിപൊളി. റോസ് ഉറങ്ങാണ്. എന്താ വേണ്ടി? അതാ സൗണ്ട് കുറച്ച് പറയുന്നത്. രാവിലെ തന്നെ ബ്രൗണി പറ്റില്ല റൂഹി. എന്നാൽ തിന്നണ്ട. എന്താ ഇവിടെ നിന്ന് ഇരിക്കണ മോള്? ഇനി ദോശയിലോട്ട് തേങ്ങ ചെരുവിയത് കുറച്ച് വേണമായിരുന്നു. ശരിക്കും വല്ലാത്തൊരു മടിയായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയി തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് രാവിലെ തന്നെ കുറേ പണി കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. പണി കിട്ടിയെന്നല്ല, കുറച്ച് പണികളൊക്കെ ചെയ്ത ദിവസം. കാരണം നമ്മൾ വീട് ചുറ്റുപാട് ഇതൊക്കെ നോക്കുമ്പോഴേ നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ എന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഭക്ഷണം തന്നെ ഉണ്ടാക്കണ്ടെന്ന് അല്ലേ. അടിച്ചു വരാണ്ടായിരുന്നു, പുറത്ത് ക്ലീൻ ആക്കാണ്ടായിരുന്നു, അങ്ങനെ കുറേ പണികൾ. നിങ്ങൾക്കിത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ പണി എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണ്ടേ. കുറേ ഒതുക്കി വെക്കാനും കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പറയാൻ പറ്റാത്ത അത്രയും പണികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഇതാ നല്ല അടിപൊളിയായിട്ട്. തലച്ചോറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സത്യം പറയുമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ തലച്ചോറ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡ് വേറൊരു ഇതിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷറിൻ്റെ പണി ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനും നമ്മളിങ്ങനെ നടക്കണമല്ലോ. മേലെ കുറച്ച് പണികളുണ്ട്, അതിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള ഓയിൽ എടുക്കുവാണ്. എന്താ പറയുക, ഒരുപാട് പണികളൊന്നുമില്ല, എന്നാലോ അത്യാവശ്യം പണിയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പലർക്കും അങ്ങനെ തോന്നാറില്ലേ? ചെറിയ ചെറിയ പണികളാണെങ്കിലും നമ്മൾക്ക് അതൊക്കെ ഇങ്ങനെ. അപ്പം നോക്കിയപ്പോൾ വെളിച്ചെണ്ണൻ്റെ കുപ്പിയിൽ വെളിച്ചെണ്ണ കാലിയായിട്ടുണ്ട്, ഓയിലിൻ്റെ കുപ്പിയിൽ സൺഫ്ലവർ ഓയിലിൻ്റെ കുപ്പിയിൽ അത് കാലിയായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു മസാലപ്പൊടികളുടെ പാത്രത്തിൽ അത് കാലിയായി കിടക്കുകയാണ്. ഉപ്പ് അതൊക്കെ കാലിയായി കിടക്കുകയാണ്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അതൊക്കെ ഒരു പണി തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ നമ്മളിങ്ങനെ ഒരു കുഴക്കം വരും അല്ലേ. ശരിക്കും ഇതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സെറ്റിംഗ് ഡേ ആണ്. അതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ പണികളുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, ബ്രെയിൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള ബ്രെയിൻ ഇട്ടിട്ട് ഇതിലോട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു പെരണ്ട പരുവത്തിലാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഇതിൽ ഞാൻ കുരുമുളക് പൊടിയല്ല ചേർത്തിട്ടുള്ളത്, നമ്മളെല്ലാം കൂടി പേസ്റ്റ് ആക്കിയില്ലേ, അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് ഓൾറെഡി എരിവുണ്ട് ഇത്. അപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ലുക്ക് കിട്ടും, നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രെയിൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ബ്രെയിനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട, എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. സൂപ്പർബാണ്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ദോശ ഉണ്ട്, ബ്രെയിൻ ഫ്രൈ ഉണ്ട്, ചായ ഉണ്ട്. റീനു റോസൊന്നും ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടില്ല. അവരിങ്ങനെ എണീറ്റ് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്, നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് അടുക്കളയ്ക്ക് എത്തുക കേട്ടോ. എന്നിട്ട് എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ അറിയുമോ, ഓരോ ട്രിക്ക്. അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുണ്ടെന്ന് പറയും. എപ്പോഴും ഇങ്ങനെ തന്നെ. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും കഴിക്കുന്ന സമയത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും കൊടുക്കില്ല എന്ന്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു മീൻസ് എവിടെ നിന്ന് കിട്ടിയ ബുദ്ധിയാണെന്നറിയില്ല. അപ്പം എന്തായാലും സംഭവം നമ്മളെ ദോശയും ഈ ബ്രെയിനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
കുട്ടികളെല്ലാവരും ഇങ്ങനെ തന്നെ. വെക്കേഷനായിട്ട് ഒന്നിനും നല്ല മര്യാദക്ക് എനിക്ക് ഒരു പണിക്കും കിട്ടിയില്ല. ഒരു പണി കൊടുത്താലേ ആ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കും. അടുത്ത പണി നമ്മൾ കൊടുക്കണം, എന്നാലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുന്നിലൊരു സാധനം ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റേയില്ല. ആ മുന്നിലൂടെ അതിലൂടെ ചാടി കടന്നിട്ട് പോകും. അത് ഞാൻ പറയണം, അതവിടുന്ന് മാറ്റ്, അതവിടുന്ന് കൊണ്ടുവെക്കുമെന്ന്. ഇപ്പോഴും കൂടി വഴക്ക് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ആരോ ചോദിച്ചിരുന്നു ഇത്ത ദേഷ്യപ്പെടാറുണ്ടോയെന്ന്. ദേഷ്യപ്പെടാണ്ട് പിന്നെ ഇങ്ങനത്തെ കുട്ടികളും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ദേഷ്യപ്പെട്ടു പോവും നമ്മൾ. ഇനി ഇക്കാൻ്റെ ഉമ്മാൻ്റെ റൂം കാണിച്ചു തരാം കേട്ടോ. അത് ആരോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, ഉമ്മ എവിടെ കിടക്കുക, ഉമ്മാൻ്റെ റൂം എന്താ കാണിക്കാത്തതെന്ന്. ഞാനെപ്പോഴും ഉമ്മാൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ഉമ്മ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഉമ്മാനെ തട്ടിടാൻ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉമ്മയോട് ഒന്ന് ഓൾറെഡി പറഞ്ഞു വെക്കാം, ഇങ്ങനെ തട്ടിട്ടിങ്ങനെ നിൽക്കി ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതാട്ടത്. അപ്പോൾ ഉമ്മ മരുന്ന് കുടിക്കാണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതിലായിരുന്നു. തട്ടൊക്കെ വീട്ടിലിടാറുണ്ട് ഉമ്മ, പക്ഷെ ഫുൾ കവർ ആവണം എന്നില്ലല്ലോ, നമ്മൾ വീട്ടിലല്ലേ. അങ്ങനെ ഓക്കെ. ഇനി ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടിയിലോട്ട് പോവാണ്. ഞാൻ മക്കളെ ആരോ കോളിംഗ് ബെൽ അടിച്ചു വോയിസ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, മക്കളെ ഒന്നുകൂടെ ഒന്ന് ഉണർത്തിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇനി നമുക്ക് ഈ മുറ്റത്തുള്ള ഈ വെള്ളമൊക്കെ നമ്മൾ കാർ പോർച്ചിൽ ഒഴിച്ച് അത് തേച്ച് കഴുകണം. ആദ്യം നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഇലകളൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അതായത് കുനിയാണ്ട് നമുക്ക് അതിങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു സാധനമാണ്. സംഭവം കുട്ടികൾക്കൊക്കെ പറ്റും, പക്ഷേ നമുക്ക് മടിയാവും. നമുക്കൊന്നും അടിച്ച് വരാനുള്ളൊരു ഇത് തോന്നും. അങ്ങനെ ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക എന്ന് പറയുമ്പോൾ വലിയ ടാസ്ക് തന്നെയല്ലേ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി എടുത്തിട്ട് അത് എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ പണി തന്നെയാണ്. ഒരു ബക്കറ്റിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി, അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും കുട്ടികൾക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. പിന്നെ കുനിയാൻ പറ്റാത്തവർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ഏരിയയാണ് നന്നാക്കാനുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാർപോർച്ചിൻ്റെ അകത്ത് നന്നായിട്ട് പൊടിയുണ്ട്. പൊടിയെന്ന് പറയുമ്പോൾ മണ്ണ്, കല്ല്, അതൊക്കെയാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് പൈപ്പ് വെച്ചിട്ട് അടിച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയുക, സർഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരതി കഴുകുകയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ നൈറ്റി എൻ്റെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയത്. പിന്നെ വിചാരിച്ചു പറ്റൂല, ആ ഡ്രസ്സ് കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് മീൻസ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി നടക്കില്ലല്ലോ. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ വെള്ളം ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ക്ലീൻ ആക്കാണ്ട് വെച്ചാൽ നമ്മുടെ കാർപോർച്ച് ആകെ വൃത്തികേടാവും, മൊത്തം അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുന്ന കണ്ടിട്ട് റൂഹിൻ്റെ സൈക്കിളിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ റൂഹി ടിഷ്യൂ പേപ്പർ ഇട്ട് റൂഹിൻ്റെ സൈക്കിൾ ക്ലീൻ ആക്കുകയാണ്. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, കാരണം അവളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടോ, പക്ഷെ അത് മൊത്തത്തിൽ ഒന്നുകൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾ രണ്ടാമത്തെ ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാക്സിമം നമ്മളുടെ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മോണ്ടിസോറി കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്, ഒരു ബുദ്ധിവികാസമുള്ള പോലെ തോന്നുന്നു എനിക്ക്. കാരണം അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ സ്കൂളിൽ. ഇതൊക്കെ മീൻസ് സാധാ കുട്ടികളെ പോലെ എല്ലാം തോന്നുന്നു. പൊതുവേ റൂഹി കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാം.
തൽക്കാലം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരതി കഴുകിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പം നമ്മൾ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ കുറേ പണി വിട്ടിട്ടാണ് അതിൻ്റെ അകത്തുനിന്നൊക്കെ കുറേ കല്ലും മണ്ണും ഒക്കെ എടുത്ത് അങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.